എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഫൈനൽ എക്സാമിനേഷൻ എഴുതാനുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകൾ മാത്രം പറഞ്ഞു പോകുന്നു. അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഓരോ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ, പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ പേപ്പർ ഈസ് ആസ് ഷോൺ. Here A, B, C, D are the points on the circle. V1, V2, V3, V4 are the potentials at those points respectively. Then ഇന്ന് നമ്മൾക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to minus dV divided by dx. ഈ മൈനസ് dV by dxന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷണൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഏറ്റവും കുറവ് പൊട്ടൻഷ്യൽ ഡിയിലായിരിക്കണം, പിന്നെ എ, ബി, സി. അപ്പൊ ഇവിടെ എയും ബിയും ഒരേ പോയിന്റിലായതുകൊണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരേ പോയിന്റിലായതുകൊണ്ട് പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി. അതുപോലെ തന്നെ സിയിലെ പൊട്ടൻഷ്യൽ കൂടുതലുമായിരിക്കും. പൊട്ടൻഷ്യൽ അറ്റ് സി ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡി. അപ്പോൾ ഈ ചോയ്സ് വരുന്ന ആൻസർ എന്ന് പറയുന്നത് വി ഐ ഈസ് ഈക്വൽ ടു വി ബി ആൻഡ് വി സി ഈസ് ഗ്രേറ്റർ ദാൻ വി ഡി. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഡി. ഡി ആണ് നമ്മളുടെ ആൻസർ. പിന്നെ അതിന്റെ ആൻസറുകൾ കൂടെ എടുത്ത് നമുക്ക് ആൻസർ ഡി ആണ്. ശരി, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോവാം. എ ചാർജ് Q is enclosed by a Gaussian spherical surface of radius r. If the radius is doubled, then what is outward electron flux will? അതായത് നമ്മൾ Q എന്ന് പറയുന്നൊരു ചാർജ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു സർഫസ് വെച്ച് അടച്ചാൽ ഇതിനകത്തുനിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയായിരിക്കും പുറത്തേക്ക് പോവുക. ഈ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 Q ആണ്, ബൈ ഗോസസ് തിയറം. അറിയാമല്ലോ. നമ്മൾ ഇതിന്റെ റേഡിയസ് ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? റേഡിയസ് ഡബിൾ ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല. ഇതേ ഫ്ലക്സുകൾ തന്നെയാണ് ഇതിനകത്തുകൂടി കയറിക്കുക. ഫ്ലക്സിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ ഫ്ലക്സിന്റെ ഇതിനകത്ത് എന്ത് വരുന്നില്ല, ഇവിടെ ഏരിയ എന്ന് പറയുന്ന സാധനം വരുന്നതേ ഇല്ല. Therefore flux remains the same. Therefore answer is equal to C. That is remains the same. That is second answer C ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The work done in carrying a charge Q once round a circle of radius A with a charge Q at its center is. അതായത് നമ്മൾ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ നിന്നും ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റ് ആണ്. ഇവിടെ നിന്ന് ഒരു Q എന്ന് പറയുന്ന ഒരു ചാർജിനെ എടുത്ത് ഇതുവഴി കൊണ്ടുപോയി ഒരു കംപ്ലീറ്റ് സർക്കിൾ അടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അതിന് ചെയ്യുന്ന വാട്ട് ഈസ് എ വർക്ക് ഡൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടുന്ന ചാർജ് Q ആണ്. അതിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ. ഇവിടെ ഫസ്റ്റിലെ പാർട്ട്, ഇവിടെ ആർ ഡിസ്റ്റൻസ് അകലത്തിലാണെങ്കിൽ ഫസ്റ്റിലെ പാർട്ടിക്കിൾ വിട്ടിരിക്കുമ്പോൾ ഹിയർ വി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ആർ. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. തിരിച്ചിറങ്ങി സെയിം പോയിന്റിൽ വരുമ്പോൾ വി ഫൈനൽ ഈസ് ആൾസോ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ആർ. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്തിന്റെ ഇതുമില്ല, വർക്ക് ഡണ്ണും ഇല്ല. അപ്പൊ ഇവിടെ ഹിയർ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് വി ഇനിഷ്യൽ ഈസ് Q ഇൻറ്റു വി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു വി ഫൈനൽ. Therefore this answer is equal to into 0. That is work done 0. ഇനി ചിലപ്പോൾ ചോദിക്കും, ഒരു ഫുൾ സർക്കിൾ പറയത്തില്ല, ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ കൂടെ ഹാഫ് സർക്കുലാർ മോഷൻ നടത്താൻ, എന്നാലും ആൻസർ 0 ആണ്. ഇവിടത്തെ പൊട്ടൻഷ്യൽ വി ഇനിഷ്യൽ ഇതിനെയാണ് നമുക്ക് മൂവ് ചെയ്യിച്ച് കൊണ്ടുവരേണ്ടത്, ഇവനെയാണ്. V initial is equal to 1/4πε0 Q by R. V finally is also equal to 1/4πε0. അപ്പോൾ ഹാഫ് സർക്കുലാർ മോഷൻ നടത്തിയാലും ഫുൾ സർക്കുലാർ മോഷൻ നടത്തിയാലും വർക്ക് ഡൺ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. വേറെ എഴുതരുത്. ഹിയർ ആൻസർ ഈസ് ഈക്വൽ ടു ഡി. അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Question number 4 പറയുന്നത് the difference in the effective capacity of two similar capacitors when joined in series and in parallelly 6 μ. രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് സീരീസിലും പാരലലുമായിട്ട് കണക്ട് ചെയ്യുന്നു. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് 2C. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ C/2. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 മൈക്രോ ആണ്. കാരണം സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 2നെ LCM ആയിട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4C മൈനസ് C ഈസ് ഈക്വൽ ടു 6 മൈക്രോ. Therefore 3C is equal to 12 micro or C is equal to 4 microfarad. This is the answer. Therefore answer is B. Fourth in the answer B. Okay. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5.
In the case of a hollow metallic sphere without any charge inside the sphere, the electric potential V changes with respect to distance from the center mass. അതായത് ഒരു ഹോളോ സ്ഫെറിക്കൽ കണ്ടക്ടർ എടുക്കുകയോ ഗുഡ് കണ്ടക്ടർ എടുക്കുകയോ ചെയ്താൽ രണ്ടെടുത്താലും ചാർജ് കൊടുക്കുന്ന ചാർജ് കംപ്ലീറ്റ് അവന്റെ സർഫസിലായിരിക്കും ഇരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഇതിന്റെ കേസിൽ ദാറ്റ് ഈസ് ചാർജ് സർഫസിലാണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ ഇവന്റെ കേസിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് V is equal to 1/4πε0 Q by small r. സർഫസില് V is equal to 1/4πε0 Q divided by capital R. അകത്തും പൊട്ടൻഷ്യൽ സെയിം ആണ് 1/4πε0 Q divided by capital R തന്നെ. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അകത്ത് എല്ലായിടത്തും. അപ്പോൾ ഇവന്റെ കേസിൽ നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ പൊട്ടൻഷ്യൽ ഇവിടെയും ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കും എടുത്താൽ അകത്തും സർഫസ് വരെ പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ദെയർഫോർ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഇതാണ് അതിന്റെ വേരിയേഷൻ. ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ അത് വേണ്ട, ഒരു സൈഡിലേക്ക് മാത്രം മതി. രണ്ട് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, ഒരു സൈഡിലേക്ക് മാത്രമാണെങ്കിൽ ഇത്രയും. ഇതാണ് അതിന്റെ ആൻസർ. Therefore answer is equal to B. From the center to surface potential remains a constant. After that it is decreases exponentially decreases as 1/r. അതാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. Two infinite parallel metal planes contain electric charges with charge density sigma and minus sigma. കപ്പാസിറ്ററിന്റെ കേസാണ്. And they are separated by a small distance in air. If the permittivity of air is epsilon 0, then the magnitude of the electric field between the planes, two planes with planes plates ആണ്. Between the two plates with its direction will be. അതായത് ഒരു ചാർജ് ഷീറ്റ് എടുത്തു, അവന്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ. അടുത്ത ചാർജ് ഷീറ്റ് എടുത്തു, അവന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. ഇതിന്റെ കേസിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻ ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഒരു പ്ലേറ്റ് മാത്രമായിരുന്നു എങ്കിൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. രണ്ടുപേരോട് ഒന്നിച്ചു വരുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം positive plate to negative. Electric field in the direction is always from positive charge to negative. Therefore, answer is equal to A or B on sigma by epsilon 0 towards the negatively charged plate from positive charge. That is answer. Therefore, answer is B. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Two small charged spheres A and B have charges 10 microcoulomb and 40 microcoulomb respectively are held at a separation of 90 centimeter from each other. At what distance from A electric field intensity would be 0? അപ്പോൾ ഒരു ചാർജ് എന്ന് പറയുന്ന 10 മൈക്രോ കൂളമ്പും മറ്റേ സെക്കൻഡ് ചാർജ് എന്ന് പറയുന്ന 40 മൈക്രോ കൂളമ്പും. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 90 സെന്റിമീറ്റർ. 90 സെന്റിമീറ്റർ അകലത്തിലിരിക്കുകയാണ്. ഇതിന്റെ എവിടെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുക? ആദ്യമേ തന്നെ അറിയാം, രണ്ടും ഐഡന്റിക്കൽ ഒരേപോലെ സൈൻ ആണെങ്കിൽ, രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാൻ ചാൻസ് ഇൻ ബിറ്റ്വീൻ ദം. അതും ചെറിയ ചാർജിനോട് അടുത്ത് ഇവിടെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാൻ ചാൻസ്. ചെറിയ ചാർജിനോട് അടുത്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാൻ ചാൻസ്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എയിൽ എന്ന് പറയുന്ന ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ചോദിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ് എന്നെടുക്കാം, ബാക്കി 90 മൈനസ് എക്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഒത്തിരി എഴുതിക്കൊണ്ടിരിക്കുന്നത് 10 micro divided by x square is equal to 40 micro divided by 90 minus x the whole square. Electric field intensity due to this charge is equal to electric field intensity due to that charge. രണ്ടുപേരും കൊണ്ടാണ് അപ്പോൾ 1/4 എപ്സിലോൺ 0 എന്ന് എഴുതിക്കൊണ്ടിരിക്കും. ഇവിടെ കണ്ടീഷൻ എന്ത് മാത്രം എഴുതണം? 10 മൈക്രോ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ അങ്ങനല്ലേ, that is equal to 40 micro divided by 90 minus x the whole square. 40 micro ഇതും കൂടെ ക്യാൻസൽ ആയിട്ട് 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 minus x the whole square is equal to 4x square. That is 90 minus x is equal to 4x, or 3x is equal to 90, or x is equal to 90 by 3, that is 30 centimeter. Therefore answer is 30 centimeter from the charge A. Therefore answer is C. This is the answer. മറ്റേ ചാർജിൽ നിന്നായിരുന്നുവെങ്കിൽ 60 സെന്റിമീറ്റർ ഫ്രം, അങ്ങനെ ആൻസർ ഇല്ല, 60 സെന്റിമീറ്റർ ഫ്രം 40 മൈക്രോ കൂളംബ് തോന്നുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Which of the following statement is false?
തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇത് ചിന്തിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈ ഫോൾസ് എന്ന് നോക്കണം, റൈറ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. വീസ്റ്റൺസ് ബ്രിഡ്ജ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് വെൻ ഓൾ ദ 4 റെസിസ്റ്റൻസ് ആർ ഓഫ് ദ സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അത് ശരിയാണ്. സംഭവം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ 4 റെസിസ്റ്റൻസുകളെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. ഒരു വീസ്റ്റൺസ് ബ്രിഡ്ജ് നിങ്ങൾ ഓർക്കുക. നമ്മൾ പഠിച്ചെല്ലാം ഓർമ്മയുണ്ടാകണം. ഇവിടെയാണ് നമ്മൾ ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മളെടുത്ത്, അപ്പൊ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകാനുള്ള കണ്ടീഷൻ നമ്മൾ പറയുന്നത് എന്താണ്? P by Q is equal to R by S. P by Q is equal to R by S is the condition for balanced Weierstrass condition. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ പറയുന്നു ഇത് ഒരു 2 ഓമും ഇത് 10 ഓമും ആണെന്ന് കരുതുക. ഇത് 5 ഓമും ഇത് 25 ഓമും ആണെന്ന് കരുതുക. അപ്പൊ ചോദിക്കും, സാറേ 2/10 is equal to 5/25 അല്ലേ? ശരിയാണ്, ശരിയാണ്. ആൻസർ അതുകൊണ്ട് ഇത് ബാലൻസ്ഡ് ആണ്. പക്ഷേ ഇതിനേക്കാൾ സെൻസിറ്റീവ്, നല്ല ആക്യുറസി കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാമോ? എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ. ഇപ്പൊ ഇത് 5 ഇതും 5 ആണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല ആക്യുറേറ്റ് മെഷർമെന്റ്. ആക്യുറസി കൂടുതൽ ഇതിനായിരിക്കും. 5 ആകണമെന്ന് നിർബന്ധമില്ല. ഇത് 10 ആണെങ്കിൽ എല്ലാം ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവൻ തരുന്ന റീഡിംഗ് ഹൈ സെൻസിറ്റീവ് ആയിട്ട് മാറും. If all the resistances are identical, then that bridge is more sensitive. നല്ല ആക്യുറേറ്റ് മെഷർമെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എ ശരിയാണ്. ഇനി ബി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജിൽ if the cell and galvanometer are exchanged, then the balance point is disturbed. മാറും. അതായത് ബാലൻസിങ് പോയി. ഇപ്പൊ നമുക്ക് 0 ആണല്ലോ, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്. നമ്മൾ ഈ ഗാൽവനോമീറ്ററിനെ ഇവിടെ നിന്ന് അഴിച്ച് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുകയും, ശ്രദ്ധിച്ചോണേ, എന്നിട്ട് ഇതിനെ സെല്ലിനെ അഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെയും, അതാണ് ഇന്റർചേഞ്ച് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്താൽ, ബാലൻസിങ് പോയിന്റ് ഡിസ്റ്റർബ്ഡ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് പോയിന്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. നോക്കുക, ഇപ്പോൾ P/Q is equal to R/S. ഇപ്പോൾ ഇതാണ് P, Q. നമ്മളപ്പോ എന്ത് എഴുതണം? ഇപ്പോൾ R/P is equal to S divided by Q. ഇപ്പോഴത്തെ വീസ്റ്റൺസ് ബ്രിഡ്ജ് നമ്മൾ ഇങ്ങനെ നോക്കണം. P/Q is equal to R/S. ഇത് ഈക്വൽ സെയിം ആണോ എന്ന് നോക്കുക. എസിനെ നേരെ, എസ് ഇവിടെ ഇരിക്കല്ലേ, എസിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് R/S is equal to P/Q. അത് തന്നെയല്ലേ മേളിൽ കിടക്കുന്നത്. എന്ന് വെച്ചാൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ഗാൽവനോമീറ്ററും സെല്ലും കൂടെ ഇന്റർചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ബാലൻസ് ലെങ്തിന് ഒന്നും സംഭവിക്കരുത്. നോട്ട് ഡിസ്റ്റർബ്ഡ്. നേരത്തെ ഗാൽവനോമീറ്ററിൽ നിന്ന് ഇവിടെയായിരുന്നു, സെല്ലിരുന്നത് ഇവിടെയുമായിരുന്നു. അതിനെ അഴിച്ചു മാറ്റി നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ബ്രിഡ്ജിന് ബ്രിഡ്ജ് ഈസ് അൺഡിസ്റ്റർബ്ഡ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റർബ്, ഇതാണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. therefore our answer is B. ഇത് തെറ്റാണ്. ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ബി ആണ് തെറ്റ്. പിന്നെ സിയും ഡിയും കൂടെ നോക്കിക്കോളാം. എ റിയോസ്റ്റാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ വെച്ചാൽ വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി റിയോസ്റ്റാറ്റിനെ ഉപയോഗിക്കാം. ശരിയാണ്. ലാസ്റ്റ് എന്താണ്? കിർച്ചോഫ് സെക്കൻഡ് ലോ ഇസ് എ കൺസർവേഷൻ ഓഫ് എനർജി. ശരിയാണ്. കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്ന കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്ന കൺസർവേഷൻ ഓഫ് ചാർജുമാണ്. തെറ്റിച്ചു കളയരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. The resistance of a wire is RO. It is melted and stretched to n times its original length. The new resistance will be. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് വയർ, ഇവന്റെ ലെങ്ത് എല്ലാം. ഈ വയറിനെ ഞാൻ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടി, ഇങ്ങനെ നീട്ടുമ്പോൾ ലെങ്ത് കൂടും, റേഡിയസ് കുറയും. ലെങ്ത് L2 ആയി. ഇത് തന്നെയാണ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയൊരു വയറാക്കി എന്ന് പറയുന്നതും സ്ട്രെച്ച് ചെയ്ത് നമ്മൾ വലിച്ചു നീട്ടി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. എ വയർ ഈസ് സ്ട്രെച്ച്ഡ് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് n ടൈംസ് ബിക്കം ഓഫ് ഇനിഷ്യൽ ലെങ്ത് n ടൈംസ് ലെങ്ത് ആക്കി മാറ്റി. അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തതിനു ശേഷം പുതിയൊരു വയർ ഉണ്ടാക്കി അവന്റെ ലെങ്ത് n ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് ആയി. സ്ട്രെച്ച് ചെയ്യുമ്പോൾ, ഇൻ സ്ട്രെച്ചിങ് പഠിച്ചു വെക്കുക. In stretching,
resistance is directly proportional to L square. അതിന് derivation ഉണ്ട്, എന്നോട് പറയുന്നില്ല. R is, അപ്പോൾ നമുക്ക് എന്ത് പറയാം, initial resistance is directly proportional to L square, final resistance R dash is directly proportional to L2 square. Therefore, R dash is equal, ശ്രദ്ധിക്കണം, അത് പഠിച്ചു വയ്ക്കണം, R dash is equal to R into L2 divided by L1 the whole square. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഇതാണ്. In stretching, the new resistance R dash is equal to R into final length divided by initial length the whole square. ചിലപ്പോൾ അവര് ലെങ്ത് പറയത്തില്ല, റേഡിയസിന്റെ ടേമിലാണെങ്കിൽ റേഡിയസിന്റെ ടേമിലുള്ള ഇക്വേഷൻ R dash is equal to R into R1 divided by R2 the whole raised to 4. ഇങ്ങനെയും പറയാം. ഒരു വയറിന്റെ ഇനിഷ്യൽ റേഡിയസ് R1 സ്ട്രെച്ച് ചെയ്തപ്പോൾ റേഡിയസ് R2 ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്ര? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന n ടൈംസ് ആക്കി. Therefore here R dash is equal to R into NL divided by L the whole square, that is equal to n square R. This is the answer. ലെങ്ത് ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസ് 4 ടൈംസ് ആവും, ലെങ്ത് ട്രിപ്പിൾ ആക്കിയാൽ റെസിസ്റ്റൻസ് 9 ടൈംസ് ആവും. അതാണ് ഇതിന്റെ അർത്ഥം. നന്നായിട്ട് പഠിച്ചു വെക്കണം. Therefore answer is n square R. Therefore answer is A. ഇതും പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. 9 ആണല്ലോ ഇപ്പൊ കഴിഞ്ഞത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. The number of electrons per second flowing through any cross section of the wire carrying current of 1 ampere is. Number of ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ പാസ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര? അത് നമ്മൾ ഓർക്കുക. കറണ്ട് I is equal to ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ചാർജ് ഈസ് ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ T. അവിടെ N ബൈ ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I divided by E. Here current is equal to 1 ampere and E is equal to 1.6 into 10 raised to minus 90. ഇതിന്റെ ആൻസർ അങ്ങ് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കണം. 1 by 1.6 into 10 raised to minus 90 എന്നാണ് 6.25 into 10 raised to 18 electrons. ഇതൊക്കെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പല എൻട്രൻസിലൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Therefore ആൻസർ ഈസ് D ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. In a potentiometer circuit, a cell of EMF 1.5 gives balance point at 36 centimeter of wire. If another cell of EMF 2.5 volt replaces first, then what is the length of the wire? Simple question. നമുക്കറിയാവുന്നതാണ്. കമ്പാരിസൺ ഓഫ് EMF E1 divided by E2 is equal to L1 divided by L2. ആദ്യത്തെ സെല്ലിന്റെ വോൾട്ടേജ് 1.5, രണ്ടാമത്തെ സെല്ലിന്റെ 2.5, ആദ്യത്തെ സെല്ലിന്റെ ബാലൻസ് ലെങ്ത് 36, രണ്ടാമത്തെ സെല്ലിന്റെ ബാലൻസ് എന്ത് കണ്ടുപിടിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു 3 divided by 5, 0.5 കൊണ്ട് ഡിവൈഡ് 3 by 5 ഈസ് ഈക്വൽ ടു 36 divided by L. Therefore L ഈസ് ഈക്വൽ ടു 36 into 5 divided by 3. ഇതും കൂടെ 12 into 5 ഈസ് ഈക്വൽ ടു 60 centimeter. This is the answer. Therefore answer is A. ക്ലിയർ ആവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. A uniform metallic wire has a resistance of 18 ohm. It is bent into the form of an equilateral triangle. Then the resistance between any two vertices of the triangle is. അതായത് ഇത്രയും ലെങ്ത് ഉള്ള ഇതിൻ്റെ 18 ohm ആണ്. ഇതിനെ നമ്മളൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആക്കി. ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം ഇവന്റെ റെസിസ്റ്റൻസ് 6 ohm ആണ്, ഇവന്റെ റെസിസ്റ്റൻസ് 6 ohm ആണ്, ഇതും 6 ohm ആണ്. ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എത്ര? അപ്പൊ ഈ രണ്ട് പോയിന്റ് A and B. അപ്പോൾ എന്ത് പറ്റും? ദീസ് ടു റെസിസ്റ്റൻസസ് ആർ ഇൻ സീരീസ്. Therefore അതിന്റെ എഫക്റ്റീവ് 12. മറ്റേ 6 എന്ന് പറഞ്ഞാൽ അതിന് പാരലൽ. അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? R effective is equal to രണ്ട് റെസിസ്റ്റൻസുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ R effective is equal to R1 R2 divided by R1 plus R2. പഠിച്ചു വെക്കണം. 12 into 6 divided by 12 plus 6. That is, it is equal to 4 ohm എന്ന് കിട്ടും. That is answer. ബാക്കി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ ഈസ് ഈക്വൽ ടു A തന്നെയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. 5 equal resistances are connected in a network as shown in the figure. The net resistance between the points A and B. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ A എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റിനെ നേരെ എടുത്ത് മറിച്ച് അപ്പുറത്തേക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. നിങ്ങൾ നോക്കുക. ഇതാണ് A.
ഇങ്ങോട്ടിരുന്ന ഈ രണ്ട് റെസിസ്റ്റൻസും കൂടി ഇരുന്ന എടുത്ത് നമ്മൾ ഇപ്പുറത്തോട്ട് മറിച്ചിടുന്നു. ഇങ്ങനെയാവും. ബി ഇതിനെ എടുത്ത് നേരെ മാറ്റി. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ബാലൻസ് റെസിസ്റ്റൻസ് പിടിച്ച പി ബൈ ക്യൂ ഈസികൾ ആർ ബൈ എസ്. ദെയർഫോർ ഈ റെസിസ്റ്റൻസ് എഫക്റ്റ് ഇല്ല, അതിനെ അഴിച്ചു മാറ്റാം. ഈ റെസിസ്റ്റൻസിനെ നമ്മൾ അഴിച്ചു മാറ്റിയാൽ ദീസ് ടു റെസിസ്റ്റൻസസ് ആർ ഇൻ സീരീസ് 2R. ഇത് രണ്ടും കൂടെ സീരീസ് 2R. 2R ഉം 2R കൂടെ പാരലലായിട്ട് വരികയാണെങ്കിൽ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R. Therefore ആൻസർ ഈസ് ഈക്വൽ ടു RO. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14. 27 drops of same size are charged at 220 volt each. They combine to form a bigger drop. Calculate the potential of the bigger drop. ഞാനത് എപ്പോഴും പറയുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കരുത്. ഇതുപോലുള്ള ഒരു ഡ്രോപ്പ്, ആ ഡ്രോപ്പിന്റെ റേഡിയസ് R ആണ്, അവന്റെ ചാർജ് Q ആണ്, പൊട്ടൻഷ്യൽ V ആണ്, കപ്പാസിറ്റി C ആണ്, എനർജി സ്റ്റോർഡ് U ആണ്. ഒരു ഡ്രോപ്പിന്റെ ഇതുപോലെയുള്ള n ഐഡന്റിക്കൽ ഡ്രോപ്പ് ഇവിടെ ഇരിക്കുകയാണ്. n ഐഡന്റിക്കൽ ഡ്രോപ്സ് ആർ ദെയർ. എല്ലാവരുടെയും ചാർജും പൊട്ടൻഷ്യലും കപ്പാസിറ്റിയും എല്ലാം സെയിം ആണ്. ഇങ്ങനെയുള്ള n ഡ്രോപ്പുകൾ ഇരിക്കുന്നു. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ഒറ്റ ഡ്രോപ്പ് ആയാൽ ആ വലുതിന്റെ റേഡിയസ് എത്ര, വലുതിന്റെ കപ്പാസിറ്റി എത്ര, വലുതിന്റെ ചാർജ് എത്ര, വലുതിന്റെ പൊട്ടൻഷ്യൽ എത്ര, വലുതിന്റെ എനർജി സ്റ്റോർഡ് എത്ര, ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യൻ ആണ്. n drops each of radius are charge Q, potential V, capacity U and energy stored. അവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ വലുതിന്റെ റേഡിയസ് ഓർക്കുക, n raised to 1/3 small r. വലുതിന്റെ കപ്പാസിറ്റിയും അത് തന്നെയാണ്, n raised to 1/3 c. ചാർജ് NQ ആണ്, പൊട്ടൻഷ്യൽ n raised to 2/3 v ആണ്, എനർജി സ്റ്റോർഡ് n raised to 5/3 u ആണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, വോൾട്ടേജിന്റെയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V dash is equal to n raised to 2/3 v. Here n is equal to 27 raised to 2/3 into V is equal to 220. 27 raised to 1/3 എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. ദാറ്റ് ഈസ് 9 into 220. എത്ര വരുമെന്ന് നോക്കുക. അത് 1980 ആയിരിക്കണം ആൻസർ. അത്രയും വരും. കാരണം 220യുടെ നിന്നും 2200 നിന്നും ഒരു 220 കുറയ്ക്കുക. അപ്പൊ അത് തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15. The graph showing the variation of magnetic field strength B with the distance R from a long current carrying conductor. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് carrying കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B is equal to, നമുക്കറിയാം, μ0I divided by 2πr. That is, it is inversely proportional to R. Inversely proportional to R ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. As R increases, B decreases. That is answer. Okay. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. എന്താണ്? എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് എ കറണ്ട്. ഇതിലെ ഒരു കറണ്ട് വരുന്നു. ആ കറണ്ട് ഇവിടെ വന്നു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഇതിലെയും ഇതിലെയും വരുന്നു. ആ രണ്ട് കറണ്ട് കൂടി ഇവിടെ വന്നു മീറ്റ് ചെയ്തു, ഇറങ്ങിപ്പോകുന്നു. ഉറപ്പ് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. എൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇത്രയും കേസസ് ഓർത്തിരിക്കുക. അതായത് അതിൻ്റെ കേസിൽ ഇതാണ് കണ്ടക്ടർ. ഇതിലെ ഒരു കറണ്ട് ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് അത് ഇങ്ങോട്ടും വന്നു. ഈ കറണ്ട് ഇതിലേ വരുന്നു, വന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പായിട്ടും 0. ഇങ്ങനെയാണെങ്കിലും 0. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ വന്നു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ വന്നു മീറ്റ് ചെയ്തു, ഇറങ്ങിപ്പോയി. സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അഗൈൻ 0. ഈ ഷേപ്പ് ആകണമെന്നില്ല. ഇങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു റെക്ടാങ്കുലർ ലൂപ്പ്, അതിനകത്ത് ഒരു കറണ്ട് ഇങ്ങനെ വരുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതിലെ ഇറങ്ങിപ്പോകുന്നു. ഉറപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ 0. ഇങ്ങനെ വരണമെന്നും നിർബന്ധമില്ല, ഇങ്ങനെ ആയാലും മതി. ഇങ്ങനെ വരുന്നു, കറണ്ട് ഇവിടെ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു,
എന്നിട്ട് ഇതിലേ വന്ന് ജോയിൻ ചെയ്തു, ഇതിലേ ഇറങ്ങിപ്പോകുന്നു. എന്നാലും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ 0. ഇനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ കറണ്ട് ഇതിലേ വരുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇതിലേ ഇറങ്ങിപ്പോകുന്നു, സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0. അപ്പൊ എന്താ അതിന്റെ കണ്ടീഷൻ? ഒരു റെഗുലർ ഫിഗർ വരികയും അതിനകത്ത് കറണ്ട് വന്നിട്ട് ഒരിടത്ത് വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, വേറെ എവിടെയെങ്കിലും വന്ന് ജോയിൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഈസ് ആൾവേസ് ഈക്വൽ ടു 0. Therefore നമ്മൾ ഈ കേസിൽ ആൻസർ ഈസ് ഈക്വൽ ടു 0. കാരണം കറണ്ട് ഇവിടെ വന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇറങ്ങിപ്പോയി. Therefore മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഈസ് ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The dip angle at a place where the horizontal and vertical component magnet, അതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കണം. Vertical component is equal to horizontal component, that is equal to b sin theta is equal to b cos theta. That is tan theta is equal to 1 or theta is equal to 45 degree. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. A magnetic needle is kept in a non-uniform magnetic field it experiences. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ശ്രദ്ധിക്കുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയാലും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയാലും രണ്ടിടത്തും മാഗ്നറ്റിക് ഡൈപോളിന് പകരം അവിടെ ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെ നമ്മളൊരു ബാർ മാഗ്നറ്റിനെ എടുത്ത് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ വെച്ചാൽ ഇവൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കിട്ടും PB. അവിടെ P എന്ന് പറഞ്ഞ പോൾ സ്ട്രെങ്ത്, ഇവന്റെ പോൾ സ്ട്രെങ്ത് -P, ഇവന്റെ പോൾ സ്ട്രെങ്ത് +P. ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഫോഴ്സും PB ആയിരിക്കും. ഇത് B. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ മാഗ്നറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങും. പക്ഷേ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമോ? ഇല്ല. അതിന്റെ അർത്ഥം ഹിയർ ദർ ഈസ് നോ നെറ്റ് ഫോഴ്സ് ഇല്ല, ബട്ട് ദർ ഈസ് എ ടോർക്ക്. അപ്പൊ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നിങ്ങളുടെ തീരുമാനിക്കും ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് എത്ര PB, റൈറ്റിലേക്കുള്ള ഫോഴ്സ് എത്ര P. അപ്പൊ നെറ്റ് ഫോഴ്സ് എത്രയോ? 0. പക്ഷെ അവൻ കറങ്ങും. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, then there is no net force but there is a torque. ഇത് തന്നെ ഇലക്ട്രിക് ഡൈപോളിനും. An electric dipole is placed in a uniform electric field, then there is no net force but there is a torque. പക്ഷേ നോൺ യൂണിഫോം ഫീൽഡിൽ ഇടുകയാണെങ്കിൽ, നോൺ യൂണിഫോം ഫീൽഡിലാണ് നമ്മൾ ഇടുന്നതെന്ന് കരുതുക, അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് PB1, കാരണം നോൺ യൂണിഫോം ആണ്. ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് PB2. മാഗ്നറ്റിക് ഫീൽഡ് പലയിടത്തും പലതാണ്, നോൺ യൂണിഫോം. അപ്പൊ PB1 കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവൻ കറങ്ങുകയും ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. PB2 ആണ് കൂടുതലെങ്കിൽ കറങ്ങുകയും ചെയ്യും അങ്ങോട്ട്. അപ്പൊ ഇവിടെ എന്ത് പറ്റി? നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ദർ ഈസ് എ നെറ്റ് ഫോഴ്സ് ആസ് വെൽ ആസ് ടോർക്ക്. ഇമ്പോർട്ടന്റ് ആണ്. യൂണിഫോം ഫീൽഡിൽ no net force but there is a torque. Non uniform magnetic field there is a force as well as torque. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. The ratio of the magnetic dipole moment of an electron of charge E with mass and mass m in Bohr orbit of hydrogen atom and its angular momentum. ഒന്നുമില്ല, ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ മാഗ്നറ്റിക് മൊമെന്റും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റേഷ്യോ എത്ര? ഇതിന് പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു E/2m ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. മാഗ്നറ്റിക് മൊമെന്റിനുള്ള ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് M ഈസ് ഈക്വൽ ടു I × A. ഐയുടെ സ്ഥാനത്ത് EV / 2πr × πr². ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു EVR / 2. ഇതും പഠിച്ചു വെക്കണം. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ when it is moving with a velocity v around the nucleus, then the magnetic moment association with this is equal to EVR / 2. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുക. ദാറ്റ് ഈസ് C × MVR / 2m. M കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന് പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. ദാറ്റ് ഈസ് EL / 2m. Therefore M/L എന്ന് പറയുന്നത് E/2m. ഇതിന് പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക്. ഇപ്പൊ ഇവിടെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നേനെ, ഇത് കറക്കി ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. എഡ്ഡി കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്റ്റഡി മാറ്റർ. അത് തന്നെയാണ് തെറ്റ്. എഡ്ഡി കറന്റിന്റെ ഡെഫിനിഷനെ പറയുന്നത് എന്താണ്? വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ മെറ്റാലിക് ഷീറ്റ്. ഒരു മെറ്റാലിക് ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ പറഞ്ഞിരിക്കുന്ന സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് തെറ്റ്. Therefore this is the wrong statement. Therefore wrong statement ആയതുകൊണ്ട് this is the answer. ബാക്കിയെല്ലാം ശരിയാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. The magnetic potential energy stored in a certain inductor is 25 millijoule.
When the current in the inductor is 60 milliampere, the inductor of the inductance, this inductor of inductance എത്രയാണ്? എല്ലിന്റെ വാല്യൂ എത്രയാണ്? എനർജി സ്റ്റോർഡിനുള്ള ഇക്വേഷൻ അപ്പോഴും ഓർക്കുക. എനർജി സ്റ്റോർഡ് ബൈ ആൻ ഇൻഡക്ടർ ഈസ് ഈക്വൽ ഹാഫ് എൽ ഐ സ്ക്വയർ. എനർജി സ്റ്റോർഡ് തന്നിട്ടുണ്ട് 25 മില്ലി, ദാറ്റ് ഈസ് 10⁻³ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 60 മില്ലി ആംപിയർ. അതിന്റെ സ്ക്വയർ ആകുമ്പോൾ 3600 ഇൻറ്റു 10⁻⁴. 10⁻6 മില്ലിയുടെ സ്ക്വയർ. Therefore നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2 into 25, that is equal to 50 into 10⁻³ divided by 36 into 10⁻⁴. That is equal to 500 divided by 36. എത്ര വരുമോ അത്രയും. 500 divided by 36 ഏതാണ്ട് 13 പോയിന്റ് സംതിങ് ഇതായിരിക്കും. 13.8. 10നേക്കാൾ കൂടുതലായിരിക്കും. 13.89 കണ്ടുപിടിക്കാൻ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 22. The magnetic flux linked with the coil varies with the time t as phi is equal to 3t square a plus 4t plus 9. Phi is equal to 4t square a plus 3t plus 9. What is the induced EMF? Induced EMF is equal to minus d phi divided by dt. That is minus of, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, that is 80 plus 3. t യുടെ വാല്യൂ എത്രയാണ്? 2 seconds. That is equal to minus 16 plus 3. That is equal to minus 9. Sorry, തെറ്റിയല്ലേ എവിടെ? 80. 16. ഓ 3t സ്ക്വയർ. 3t സ്ക്വയർ ആണ്, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. 3t സ്ക്വയർ. That is equal to 60 plus 3. That is it is equal to 6 into t is equal to 2. That is 12 plus 3. ഓ എല്ലാം എഴുതിയത് കംപ്ലീറ്റ് തെറ്റി. ഇത് 40 ആണ്. 3t സ്ക്വയർ പ്ലസ് 40 പ്ലസ് 9. അപ്പോൾ ഇത് 4 ആണ്. ദാറ്റ് ഈസ് 12 പ്ലസ് 4. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 16 വോൾട്ട്. അപ്പൊ ഇവിടെ ആൻസറിനാന്ന് നോക്കുമ്പോൾ മൈനസ് ഇല്ല എങ്കിൽ 16 എഴുതുക. മൈനസ് 16ഉം 16ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൈനസ് തന്നെയായിരിക്കണം ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ചിലപ്പോൾ മൈനസ് 16ഉം പ്ലസ് 16ഉം ഇട്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ LCR സീരീസ് സർക്യൂട്ട്, the impedance minimum when the angular frequency of the source is given by. Impedance equation എന്താണ്? LCR circuit impedance is the root of R square plus XL minus XC the whole square. Impedance minimum ആകണമെന്നുണ്ടെങ്കിൽ Z minimum is equal to R ആണ്, when XL is equal to XC. XL XC കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് omega R is equal to 1/√LC. This is the answer. ഇത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. മറ്റേ ഫ്രീക്വൻസി ആണെങ്കിൽ 1/2π√LC. അപ്പൊ ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസി ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. therefore 1/√LC. therefore answer is B. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 24. The figure shows an LCR circuit network connected to 300 volt AC supply. The circuit element are such that R is equal to XL is equal to XC is equal to 10 ohm. അതിന്റെ അർത്ഥം അപ്പോഴേ മനസ്സിൽ നമ്മുടെ ലഡു പൊട്ടണം. That is XL to XC ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം the circuit is in resonance. റെസണൻസിലാണ് സർക്യൂട്ട്. റെസണൻസിലെ പ്രത്യേകത അപ്പോഴും ഓർത്തോണം. റെസണൻസിൽ ഈ വോൾട്ടേജ് കംപ്ലീറ്റ് റെസിസ്റ്റൻസിന് കിട്ടും. At resonance XL is equal to XC. At that time the applied voltage is, അപ്പൊ ചോദിക്കും സാർ ഇവർക്ക് രണ്ടുപേർക്കും വോൾട്ടേജ് കിട്ടൂലേ? കിട്ടും. VL ന് കിട്ടുന്ന വോൾട്ടേജ് XL ന് കിട്ടുന്ന വോൾട്ടേജ് VL എന്ന് പറയുന്നത് VC എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതിന്റെ വാല്യൂ Q ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസും ആയിരിക്കണം. അപ്പൊ ചെയ്യാൻ സാറേ Q ഫാക്ടർ. അപ്പോൾ ചോദിക്കും സാറേ Q ഫാക്ടറിന്റെ വാല്യൂ എത്രയാണ്? Q ഫാക്ടർ ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ R ഇൻറ്റു VR. ഇത് മനസ്സിലാക്കി വെക്കണം. റെസണൻസിൽ ഈ വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടണം. കൂടാതെ ഇവർക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കുകയും വേണം? Q ടൈംസ് ഓഫ്. അത് Q ടൈംസ് തൽക്കാലം വിട്ടുകളയുക. അത് വിട്ടുകളയരുത്. കാരണം ഇവന്റെ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കണം. ഇവന്റെ വോൾട്ടേജും ഈക്വൽ ആയിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണ്ടീഷൻ ശരിയല്ലേ എന്ന് തോന്നും. ഈ വോൾട്ടേജ് കംപ്ലീറ്റ് ആറിന് കിട്ടി, മറ്റേ അവിടെ രണ്ടുപേരുടെയും വോൾട്ടേജ് സെയിം ആണ് എന്നല്ല പറയേണ്ടത്. അപ്പോഴാണ് ഇത് ഓർക്കേണ്ടത്.
അപ്പോൾ at resonance, the applied voltage is completely developed across a resistance and voltage across the inductor and capacitor are Q times of the applied voltage in the Q എന്ന് പറയുന്നത് Q factor. ഇവിടെ Q factor എത്രയാണ്? XL ന്റെ വാല്യൂ 10, R ന്റെ വാല്യൂ 10, 10/10 is equal to 1. അതിന്റെ അർത്ഥം VL is equal to VC is equal to VR. VL ഉം VC ഉം VR ഈക്വൽ ആയിരിക്കണം. ഇതായത് ഓർക്കേണ്ടുന്ന ഇമ്പോർട്ടന്റ് കണ്ടീഷൻ, റെസൊണൻസിൽ അപ്ലൈഡ് വോൾട്ടേജ് കംപ്ലീറ്റ് റെസിസ്റ്റൻസിന് കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡക്ടർ, വോൾട്ടേജ് ലീഡ് ചെയ്യുമോ ലാഗ് ചെയ്യുമോ, കറണ്ട് ലീഡ് ചെയ്യുമോ ലാഗ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെപ്പോഴും നമ്മൾ ഈ ഫിഗർ നമ്മുടെ മനസ്സിൽ വരിക. കറണ്ട് I ഇങ്ങോട്ടേക്ക്, VR ഇങ്ങോട്ടേക്ക്, VL മുകളിലേക്ക്, VC താഴേക്ക്. എന്നിട്ട് ഇങ്ങനെയാണ് കറക്കം. അപ്പോൾ പറയാം VR and I are in same phase. Voltage across the inductor leads over the current by 90 degree or current leads over the voltage across the inductor by 90. കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ കറണ്ട് ലീഡ്സ് ഓവർ ദ വോൾട്ടേജ് ബൈ 90 ഓർ വോൾട്ടേജ് ഇങ്ങനെയാണല്ലോ കറങ്ങുന്നത്. അപ്പൊ VL-നേക്കാൾ 90 ഡിഗ്രി പുറകിലാണ് കൈ, VC-യേക്കാൾ 90 ഡിഗ്രി മുമ്പിലാണ് കൈ. VR-ഉം I-യും ഒരേ ഡയറക്ഷൻ. ഇവിടെ ഇൻഡക്ടർ ആയതുകൊണ്ട് എന്ത് പറയണം? വോൾട്ടേജ് ലീഡ്സ് ഓവർ ദ കറണ്ട് ബൈ I ഓർ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ π/2. അപ്പൊ എവിടെയാണ് വോൾട്ടേജ് ലാഗ്സ് ദ കറണ്ട് ബൈ π/2? തെറ്റ്. വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ π/2. therefore വോൾട്ടേജ് across the inductor leads the current by π/2. അതാണ് അതിന്റെ ആൻസർ. therefore answer is B. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26. A hollow metal ball 8 cm in diameter is given a charge -4 × 10⁻⁸ coulomb. The potential at the surface. ഒരു സ്പിയറിന്റെ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് V is equal to 1/4πε0 into Q divided by R. That is equal to 9 × 10⁻⁹ into -4. ചാർജ് പൊട്ടൻഷ്യൽ സ്കലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചാർജിന്റെ സൈൻ ഇടണം. -4 × 10⁻⁸ divided by 8 cm. That is 8 × 10⁻². ബാക്കി സോൾവ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിന്റെ ആൻസർ എത്ര വരുമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. 26ന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. 26ന്റെ ആൻസർ സി ആണ്. ആൻസർ ഈ സി. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. A square surface of side L meter in the plane of paper is placed in a uniform magnetic electric field E volt acting along the same plane at an angle theta ഉണ്ട് ഇവിടെ. At an angle theta with the horizontal side of a square is as shown in the figure. The electric flux linked to the surface is. ആൻസർ നമ്മൾ കണ്ടാൽ എഴുതാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഇതാണ്. ഇത് തെറ്റാണ്. ഇവിടെ ആൻസർ 0 ആണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നമ്മൾ എടുത്തിരിക്കുന്ന സർഫസ് ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോണത് ഇങ്ങനെ ഇതിന് പാരലായിട്ടാണ്. മനസ്സിലായോ? ഇതിനകത്തൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വല്ലതും കടന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പോഴത്തേക്ക് സാറ് തീറ്റ തന്നിരിക്കുന്നു. ശരിക്കും നമ്മുടെ തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ എടുത്താൽ ഏരിയയുടെ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇത് നോർമൽ ആണോ? നോർമൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർഫസിന്റെ നോർമൽ ഇതാണ്. ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന വേറെ ഏതൊരു സാധനമാണ്. അവിടെ തീറ്റയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എൻ്റെ കൈയാണ് സർഫസ് എന്ന് കരുതുക. എൻ്റെ നോർമൽ ഇതാണ്. ഫ്ലക്സ് പോകുന്നത് ഇങ്ങനെയുമാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനും നോർമലിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. cos 90 0. therefore flux will passing through this coil. ഈ കോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കൂ. ആ കോയിലിനകത്തൂടെ ഫ്ലക്സ് പാസ് ചെയ്ത് പോകുന്നുണ്ടോ? കോയിലിനകത്തൂടെ ഫ്ലക്സ് പാസ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. ഇതിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. therefore here flux is equal to 0. next question number 28. Equal charges Q are placed at the vertices AB of an equilateral triangle ABC of side A. The magnitude of the electric field intensity at the point C is. അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതിനകത്ത് ഞാൻ ABC എന്ന് പറയുന്ന 3 പോയിന്റുകൾ എടുത്തു. ഇവിടെ ഒരു ചാർജിനെ വെച്ചു Q, ഇവിടെ ഒരു ചാർജിനെ വെച്ചു സ്മാൾ q, ഇവിടെയും ഒരു ചാർജിനെ വെച്ചു Q. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര.
അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇതിന്റെ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0 into q divided by a square. ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എവേ. ഇതും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടും ഡിസ്റ്റൻസ് എ ആയതുകൊണ്ടും അവൻ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇ ഡാഷ് തന്നെയായിരിക്കും എവേ. There are two electric fields are acting at this point and they makes an angle 60 degree. If two equal vectors which makes an angle 60 degree, then the resultant electric field is equal to √3 E dash. That is equal to √3 into 1/4πε0 q divided by a square. This is the answer. അപ്പോൾ √3 വരുന്ന ഒരേ ഒരു സാധനം സി ആണ്, അത് തന്നെയാണ് ആൻസർ. അപ്പൊ ചോദിക്കും സാർ ഇത് എങ്ങനെ കിട്ടി? അത് നമ്മുടെ ഒരു വെക്ടർ എന്ന് പറയുന്നൊരു ഇത് നമ്മൾ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, വെക്ടർ. അതിനകത്ത് പോയി നന്നായിട്ട് നോക്കുക. അല്ലെങ്കിൽ √(a² + b² + 2ab cos θ എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്ത് ഇ ഡാഷ്. രണ്ട് √(a² + b² + 2ab cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് കിട്ടും. ഇനി വിശദമായിട്ട് പറയുന്നില്ല, ഇത് പഠിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ അത് നമ്മുടെ വെക്ടർ എന്ന് പറയുന്ന വീഡിയോ പോയി നന്നായിട്ട് കാണുക, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് P is equal to 16 × 10⁻⁻9 കൂളം മീറ്റർ. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് ദ ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് R is equal to എത്രയാണ്? 0.6 മീറ്റർ which makes an angle 60 degree. സംഭവം എന്തുവാണെന്ന് അറിയാമോ? ഒരു ഡൈപോൾ എടുത്തു, -q + q. ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും നമ്മൾ സാധാരണ പഠിക്കുന്ന ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും, പക്ഷെ നിങ്ങൾക്ക് അറ്റ് ആൻ ആംഗിളും പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പൊട്ടൻഷ്യൽ V is equal to 1/4πε0 into P cos θ divided by r². ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. 1/4πε0 വാല്യൂ അറിയാം, P തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, സോറി P cos θ by r². R തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. നിങ്ങൾ വിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതിന്റെ ആൻസർ ഞാൻ എത്ര കിട്ടുമെന്ന് പറയാം. 29ന്റെ ആൻസർ ഞാൻ എത്ര കിട്ടുമെന്ന് പറയാം. 29ന്റെ ആൻസർ ബി ആണ്, 200 വോൾട്ട് എന്ന് കിട്ടും. പഠിച്ചു വയ്ക്കുക. ബാക്കി നിങ്ങൾ ചെയ്തോണം, സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 30. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 30 പറഞ്ഞിരിക്കുന്നത്? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ കപ്പാസിറ്റി C. The separation between the plates is doubled and the dielectric medium is inserted between the plates. ഏരിയയെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ കപ്പാസിറ്റി C is equal to ε0 A divided by D ആണ്. പുതിയ കപ്പാസിറ്റി C dash is equal to ε0 A divided by separation between the plates is doubled. അപ്പോൾ D/2 ആക്കി. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഡബിൾ ചെയ്തു. ഡബിൾ 2D. D/2 അല്ല 2D. ആൻഡ് ഡൈലക്ട്രിക് മീഡിയം ഇതിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്സിലോൺസിലൂടെ കൂട്ടത്തിൽ ഒരു K വരും. ഈ പുതിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3C ആണ്. അങ്ങനെയാണെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സിയുടെ വാല്യൂ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ε0 AK divided by 2D is equal to 3ε0 A divided by D. ε0 A/D യും ε0 A/D യും ക്യാൻസൽ ആയി. Therefore K is equal to 6. Therefore answer is C. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 31. An RLC LCR circuit in its resonance condition, its current component in circuit component have value R is equal to 5 ohm, L is equal to 2 Henry and C is equal to 0.5 microfarad, millifarad. V is equal to 250. Then power in circuit. പക്ഷെ ഇവിടെ ആദ്യമേ റെസണൻസ് കണ്ടീഷനിലാണ്. നമ്മൾ നേരെ ഒരു അല്പം മുമ്പേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു LCR സർക്യൂട്ട് റെസണൻസിലാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന 250 വോൾട്ട് കംപ്ലീറ്റ് ഇവന് കിട്ടും. മറ്റുള്ളവർക്ക് വോൾട്ടേജ് കിട്ടൂല എന്നല്ല, അവർക്ക് കിട്ടും, പക്ഷെ അവരുടെ രണ്ടുപേരുടെയും വോൾട്ടേജുകൾ തമ്മിൽ ക്യാൻസൽ ആയി പോവും. ആ സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്ന പവർ ഇൻ ദ സർക്യൂട്ട് ആണ് ക്വസ്റ്റ്യൻ. പവർ ഇൻ ദ സർക്യൂട്ട് എത്രയാണ്? പവർ ഉണ്ടാക്കുന്ന ഒരേ ഒരാൾ മാത്രമേ പവർ ഉണ്ടാക്കൂ. റെസിസ്റ്റൻസിന് മാത്രമേ പവർ ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. പവർ ഫാക്ടർ ഫോർ ആൻ ആർ സർക്യൂട്ട് ഈസ് 1. ബാക്കി സിയും എല്ലും ഒക്കെ വരികയാണെങ്കിൽ അവരുടെ പവർ ഉണ്ടാക്കൂല. പവർ ഫാക്ടർ 0 ആണ്.
അപ്പൊ കപ്പാസിറ്ററിന് പവർ ഉണ്ടാക്കാനുള്ള കഴിവില്ല, ഇൻഡക്ടറിന് പവർ ഉണ്ടാക്കാൻ കഴിവില്ല. പിന്നെ ആര് മാത്രമാണ് പവർ ഉണ്ടാക്കുക? റെസിസ്റ്റൻസ് മാത്രമേ പവർ ഉണ്ടാക്കൂ. അപ്പോൾ ഇവിടെ പവർ ഓഫ് ദ സർക്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഉണ്ടാക്കുന്ന പവർ, ഇവന്റെ വോൾട്ടേജ് ആറും അറിയാവുന്നുണ്ടെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 250 into 250 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 12500, ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5 കിലോ ജൂൾ, ദാറ്റ് ഈസ് കിലോ വാട്ട്സ്. പവർ അല്ലേ, കിലോ വാട്ട്സ്. ദാറ്റ് ഈസ് ആൻസർ. Therefore ആൻസർ ഈസ് ഡി. റെസൊണൻസിൽ അപ്ലൈഡ് വോൾട്ടേജ് കംപ്ലീറ്റ് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന പവർ വി സ്ക്വയർ ബൈ ആർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 32. An ideal transformer convert 220 volt to 3.3 കിലോ വോൾട്ട് ആക്കി മാറ്റുന്നു. ഇതാണ് ട്രാൻസ്ഫോമർ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, വോൾട്ടേജ് കൂട്ടുന്നു. ഇവൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ 4.4 കിലോ വാട്ട്സ് ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എവിടെയാണ്? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 600 നമ്പർ ഓഫ് ടേൺസ് ആണ്. ദെൻ കറണ്ട് ഇൻ ദ സെക്കൻഡറി ആണ് ക്വസ്റ്റ്യൻ. സെക്കൻഡറിയിലെ കറണ്ട് എത്ര? ഇതിനകത്തൊരു വലിയ കണ്ടീഷൻ ഉണ്ട്, ഐഡിയൽ ട്രാൻസ്ഫോമർ. അതിന്റെ അർത്ഥം ഈ പവർ അതുപോലെ പുറത്തെത്തും, 4.4 കിലോ വാട്ട്സ്. ഐഡിയൽ. വാട്ടേജും വോൾട്ടേജും ഉണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. Therefore കറണ്ട് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.4 കിലോ ഡിവൈഡഡ് ബൈ 3.3 കിലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 3. മനസ്സിലായത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 44/33 എന്ന് കിട്ടും. 44 ഡിവൈഡ് ബൈ 33, ദാറ്റ് ഈസ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/3 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ആൻസർ. Therefore ആൻസർ ഈസ് ഈക്വൽ ടു 4/3 ആംപിയർ. ക്ലിയർ? ഐഡിയൽ ട്രാൻസ്ഫോമറിനകത്ത് ഇൻപുട്ടിലെ ഔട്ട്പുട്ടിലെ പവർ സാർ. നമ്പർ ഓഫ് ടേൺസ് വന്നിരിക്കുന്നത് എന്തിനു സാർ? ചുമ്മാ നിങ്ങളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്പർ ഓഫ് ടേൺസ്. നമ്മൾ നമ്പർ ഓഫ് ടേൺസ് എടുത്ത് പണിഞ്ഞുകൊണ്ടിരിക്കും, ഒരു ഗുണവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 33. എ ചാർജ് ക്യൂ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബ്, ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജിനെ വെച്ചാൽ ആ ചാർജിൽ നിന്നും പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് Q by epsilon 0. അപ്പൊ ഫ്ലക്സ് ത്രൂ ദ ഹോൾ സ്ഫിയർ ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു Q by epsilon 0. ഒരു ഫേസിൽ കൂടി കടന്നു 6 ഫേസിലൂടെ കറക്റ്റ് സെൻട്രൽ ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ 6 ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ഈക്വൽ ആയിരിക്കും. 6 ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ഇതാണെങ്കിൽ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് 5' ഈസ് ഈക്വൽ ടു 1/6 ഓഫ് Q by epsilon 0. ദിസ് ഈസ് ദ ആൻസർ. അവർ അതിന്റെ കൂട്ടത്തിൽ 4π കൂടെ മേളിലും താഴേക്ക് ഇട്ടിരിക്കുന്നു. ചുമ്മാ ഇട്ടിരിക്കുന്നു, ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇത്രയും മതി. ഈ 4πയും 4πയും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ Q by 6 epsilon 0 കിട്ടും. അപ്പൊ therefore ആൻസർ ഈസ് ബി ആണ്. ആൻസർ ഈസ് ബി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 capacitors of capacities 4 micro and 2 micro. 4 micro and 2 micro are connected in series to a battery of voltage. നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 40 volts. ഇവരുടെ എനർജിയുടെ റേഷ്യോ എത്രയെന്നാണ്. നിങ്ങൾ ഈ വോൾട്ടേജ് കാണുമ്പോൾ വോൾട്ടേജ് എടുത്തിട്ട് ഇവന്റെ വോൾട്ടേജ് കണ്ടുപിടിച്ച് ഇവന്റെ വോൾട്ടേജിനോട് ചാർജ് ഇങ്ങനൊന്നും പോകരുത്. കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ചാർജ് സെയിം. എത്ര പേരുണ്ടാലും അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ചാർജ് സെയിം. ചാർജ് സെയിം ആയതുകൊണ്ട് എനർജിക്കുള്ള ഇക്വേഷൻ ഉടനെ ഉപയോഗിക്കുക, ഹാഫ് Q² ഡിവൈഡഡ് ബൈ C. രണ്ടുപേരുടെയും ചാർജ് സെയിം, ഹാഫ് സെയിം. Therefore it depends only on capacity C. Therefore U1 divided by U2 is equal to C2 divided by C1, that is 2 micro divided by 4 micro, that is equal to 1/2. 1:2. Therefore answer is A. പാരലൽ ആയിരുന്നെങ്കിൽ വോൾട്ടേജ് സെയിം, അപ്പോൾ എനർജിക്കുള്ള ഇക്വേഷൻ ഹാഫ് CV² എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഫ്രോം. Therefore U1 divided by U2 is equal to C1 divided by C2 എന്ന് വരും. എപ്പോഴും പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ. മനസ്സിലാവുന്നുണ്ട്? കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 35. എ ബാറ്ററി കൺസിസ്റ്റ് ഓഫ് വേരിയബിൾ നമ്പർ ഓഫ് n of identical cells having internal resistance R which are connected in series. The terminals of the battery are short circuited. എന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമോ? നമ്മൾ ഇങ്ങനെ പറയുന്നു, ഒരു സെല്ല്, അവന്റെ EMF, അവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R, അങ്ങനെ n സെല്ലുകളെ ഞാൻ എടുത്തു. EMF ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. അങ്ങനെ n സെല്ലുകളെ നമ്മൾ എടുത്തു.
എടുത്തിട്ട് എല്ലാത്തിനെയും കൂടെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. ഇപ്പോൾ ഇതിനകത്തുകൂടി കടന്നു പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കറണ്ടും എന്നുമായിട്ട് എന്ത് ബന്ധമെന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഗ്രാഫുകളെല്ലാം വരച്ചിരിക്കുന്ന ഐ യു എന്നുമായിട്ട് എടുത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം നെറ്റ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ ഇ, നെറ്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എൻ ആർ. സെൽസിന്റെ കോമ്പിനേഷൻ അറിയാമല്ലോ, ആർ 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 അല്ല, അവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എൻ ഇ ഡിവൈഡഡ് ബൈ എൻ ആർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ കറണ്ടിന് എന്നുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കറണ്ടിന് എന്നുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കറണ്ടും എന്നുമായിട്ടുള്ള ഗ്രാഫിക്കാണ്. കറണ്ട് ഐ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. നമ്മൾ ഇവിടെ 10 സെല്ലുണ്ടായിരുന്നു, അത് 15 സെല്ലാക്കിയാലും 20 സെല്ലാക്കിയാലും ഐയുടെ വാല്യൂ എപ്പോഴും എത്ര തന്നെയായിരിക്കും? ഇ ബൈ ആർ. കറണ്ടിന് എന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. Therefore, as n increases, I remains the same. That is answer. Next question, question number 36. A cell of internal resistance R drives current through an external resistance R. The power delivered to the cell to the external resistance will be maximum when. അതായത് ഒരു സെല്ലെടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നു, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇ എം എഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ, ഇതിനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ മാക്സിമം ആകാനുള്ള കണ്ടീഷൻ, അതിന് പറയുന്ന പേരാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അങ്ങനെ തിയറം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനില്ല, അതിനൊക്കെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കണ്ടീഷൻ ഇതേ ഉള്ളൂ, പവർ മാക്സിമം വരണമെങ്കിൽ സ്മാൾ ആറും ക്യാപിറ്റൽ ആറും ഈക്വൽ ആയിരിക്കും. If small r is equal to capital R, then power consumed by the circuit is maximum. Or current through the circuit is maximum when small r is equal to capital R. ഇത് ഒരു സെല്ലാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ സെൽ ഉണ്ടായിരുന്നെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇവിടെ എത്ര സെല്ലുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും കൂടി ഇന്റേണൽ റെസിസ്റ്റൻസും പുറത്ത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ അവരുടെ എല്ലാം കൂടി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ആയാൽ total internal resistance is equal to total external resistance, then only the power consumed by the circuit is maximum. ഇവിടെ ഒരാൾ മാത്രമായതുകൊണ്ട് സ്മാൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ. therefore answer is D. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 37. In the given figure, a battery of EMF E is connected across a conductor PQ of length lambda and different area cross sections having radii R1 and R2. R2 is less than R1. Choose the correct option as one move from P to Q. ഇവിടെ നമ്മൾ ആദ്യമേ ഓർക്കണ്ട, ഇതിനകത്ത് കറണ്ട് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഫസ്റ്റിലെ ഓർക്കുക, സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ കറണ്ട് ഡിക്രീസസ്. അപ്പോൾ അത് തെറ്റാണ്, കറണ്ട് റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആണ്. കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉടനെ എഴുതാം കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഇ. Therefore, drift velocity V is equal to I by N A E. That is, it is inversely proportional to area because area is changing. Area കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. ഏരിയ കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതൽ. അതായത് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻക്രീസസ്. വെലോസിറ്റി drift velocity of the electron increases. That is answer. മറ്റേ രണ്ടും തെറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ് തെറ്റാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസസ് ആണ്. ഓൾ ദ എബോവും തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ഡ്രിഫ്റ്റ് വെലോ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വിസ്കോസിറ്റി പഠിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടില്ലേ, ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പൈപ്പിനകത്തൂടെ വെള്ളം പുറത്തേക്ക് വരും. നമ്മൾ ഇതിന്റെ ഏരിയ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഏരിയ കുറയ്ക്കുമ്പോൾ ഇവിടുന്ന് ലിക്വിഡ് പുറത്തേക്ക് വരുന്ന സ്പീഡ് കൂടും. നമ്മൾ വീട്ടിലൊക്കെ ഓസ് വെച്ച് വെള്ളം അടിക്കുന്ന സമയത്ത് ആ ഓസിന്റെ ഏരിയ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചുരുക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ വാട്ടർ പോകുന്നതാണ്. അപ്പോൾ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. അത് തന്നെ, ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. അത് തന്നെ ഇവിടെയും. അതിന്റെ ആൻസർ കിട്ടുന്ന ഈ മെത്തേഡിലാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 38. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രാവൽ along a straight line with a speed v in a region where both electric and magnetic field b represents present. It follows that, എന്താ പറഞ്ഞിരിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്പീഡ് v. നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം വെലോസിറ്റി സെലക്ടർ, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ അവിടെ കണ്ടീഷൻ ഇതാണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഇലക്ട്രോൺ കയറിയിട്ട് അവൻ അൺഡീവിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ വെലോസിറ്റി ഒരേ വെലോസിറ്റിയിൽ പോകണമെങ്കിൽ, ഇഫ് ആൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് വിത്ത് സെയിം വെലോസിറ്റി ഇൻ ദ സെയിം ഡയറക്ഷൻ,
without any deviation in a region where there is an electric field and magnetic field are അതിന്റെ കണ്ടീഷൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം ചാർജ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നതും. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ക്രോസ്ഡ് എന്ന് വെച്ചാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് ഇലക്ട്രോൺ ഈസ് എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു ദിസ്. ഇവർക്ക് രണ്ട്, അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇതും മാഗ്നറ്റിക് ഫീൽഡ് ഇതുമാണെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് അകത്തേക്ക് എൻറ്റർ ചെയ്യണം. മൂന്നുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. അങ്ങനെ ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ആൻ ഇലക്ട്രോൺ ഈസ് അൺഡീവിയേറ്റഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കോ എക്സിസ്റ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. Then what is the condition എന്ന് ചോദിച്ചാൽ അപ്പം എഴുതിക്കോണം മാഗ്നറ്റിക് ഫോഴ്സ് QVB ബാലൻസ്ഡ് ബൈ ഇലക്ട്രിക് ഫോഴ്സ് QE. QQ അടിച്ചു പോകും. Therefore വെലോസിറ്റി V is equal to E divided by B. ഇവിടെ കണ്ടീഷൻ അതല്ല, E is equal to VB. അപ്പൊ ഇത് വരാം, E is equal to VB, ഇതും വരാം. പക്ഷേ മേളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ടു ഫീൽഡ്സ് ആർ പാരലൽ. തെറ്റ്. ടു ഫീൽഡ്സ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ. Therefore answer is B. E is equal to VB. E is equal to VB. And both fields are mutually perpendicular. ഒന്നുകൂടെ മനസ്സിലാക്കുക. And electron is entering perpendicular both electric field and magnetic. ഇവർക്ക് രണ്ടുപേർക്കും perpendicular electric field enter ചെയ്യുകയും ചെയ്യണം. This is the condition for velocity selector. That's next question number 39. A charged particle moves in a uniform magnetic field with the velocity of the particle at some instant makes an acute angle with the magnetic field. The path of the particle will be. ഓർക്കുക, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് 0, വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആൻഡ് പാത്ത് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പാത്ത് സ്ട്രെയിറ്റ് ലൈൻ. ഇത് മൂന്നും പഠിച്ചു വയ്ക്കണം. എന്നാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് F is equal to QVB and velocity is not constant. അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് പാത്ത് സർക്കുലർ. അതാണ് നിങ്ങൾ സൈക്ലോട്രോൺ എന്നൊക്കെ പഠിക്കേണ്ടത്. ഇതാണ്. ഇനി മൂന്നാമത്തതാണ് പാരലലും അല്ല പെർപെൻഡിക്കുലറും അല്ലാത്ത ഏതെങ്കിലും ഒരു ആംഗിളിൽ 0യും 90യും അല്ലാത്ത ഒരു ആംഗിൾ ഇങ്ങനെ വന്ന് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവൻ ഇതിലേ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ പാത്ത് എന്തായിരിക്കണം? ഹെലിക്കൽ പാത്ത്, സ്പൈറൽ പാത്ത് ഓർ ഹെലിക്കൽ പാത്ത്. Therefore answer is C, ഹെലിക്കൽ പാത്ത്. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ പാരലായിട്ട് എൻ്റർ ചെയ്താൽ സ്ട്രെയിറ്റ് ലൈൻ, പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലർ പാത്ത്, പാരലും പെർപെൻഡിക്കുലർ അല്ലാതെ ഏത് ആംഗിളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അവൻ ഹെലിക്കൽ പാത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. ദാറ്റ് ഈസ് ആൻസർ. Therefore answer is C. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 40. The magnetic field at any point on the axial line of a short bar magnet at a distance from its center is proportional to magnetic field. Magnetic field of a bar magnet. ബാർ മാഗ്നറ്റ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ അത് ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. പകരം ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π into 2m by r cube. That is, it is inversely proportional to r cube. Magnetic field intensity due to a magnet dipole is inversely proportional to r cube. അതുപോലെ electric field intensity due to a dipole is also inversely proportional to r cube തന്നെയാണ്. അവിടെ 2p by r cube. ഇവിടെ 1/4πε0 into 2p by r cube. ഇവിടെയാണെങ്കിൽ p. അപ്പോൾ രണ്ടാണെങ്കിലും inversely proportional to r cube. Therefore answer is D. അടുത്തത് question number 41. If we double the number of turns per unit length of a solenoid, its self inductance become. ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്ടൻസിന്റെ ആൻസർ കാണാതെ പഠിച്ചു വയ്ക്കണം. സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് ഈസ് ഈക്വൽ ടു μ0 n a. അവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് സ്മാൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ കൂടി എഴുതാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു μ0 ക്യാപിറ്റൽ എന്നിന് പകരം n ഇൻറ്റു സ്മാൾ n ഇൻറ്റു എൽ എഴുതിയാൽ μ0 n² a l എന്ന് കിട്ടും. ഇതൊരു ഇക്വേഷൻ കൂടിയാണ്. ക്യാപിറ്റൽ എന്നിന്റെ ടേമിൽ എഴുതിയാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 n² a ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് കിട്ടും.
നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ചേഞ്ച്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? L is equal to mu 0 n square AL. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് n മാത്രം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ. അത് ഡബിൾ ചെയ്താൽ ദാറ്റ് ഈസ് L dash is equal to 2n the whole square proportional to. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ L divided by L dash. L divided by L dash is equal to 1/4 or L dash is equal to 4L. That is the answer. Therefore, it increases to 4 times. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം? നമ്മൾ സ്പീഡിൽ പോകുന്നതിന്റെ കാരണം നിങ്ങളെല്ലാം പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 42. The power factor of an AC circuit with R is equal to 80, XL is equal to 100 and XC is equal to 40. നമ്മൾ ഇച്ചിരി മുമ്പേ പഠിച്ചതേ ഉള്ളൂ. Power factor cos phi is equal to R by Z. ഇവിടെ Z വാല്യൂ കണ്ടുപിടി. Z is equal to root of R square A plus XL minus XC the whole square. This is the equation for power factor. That is equal to root of 80 square plus XL minus XC. That is equal to 60. 60 square. 100 minus 40 that is 60. ഇത് 100 വരും. Therefore, answer is equal to 80 divided by 100. That is equal to 0.8. This is the equation for power factor. Sorry, 0.8 C. Okay, next question, question number 43. Current in a coil changes from 4 ampere to 0 in 0.1 seconds and the EMF induced is 100 volt. Now, induced EMF in an equation, induced EMF E is equal to minus d phi divided by dt. അല്ല സോറി അതല്ല ഇവിടെ വയ്ക്കേണ്ടത്. ഇൻഡ്യൂസ്ഡ് EMF സെൽഫ് ഇൻഡക്ഷനിലെ കണ്ടുപിടിക്കേണ്ടത് മൈനസ് L ഇൻറ്റു ഡി ഐ ഡിവൈഡഡ് ബൈ ഡി ടി. ഫാരഡേയുടെ ലോ വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഇൻഡ്യൂസ്ഡ് EMF ഈസികൾ മൈനസ് L ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുക? ഇൻഡ്യൂസ്ഡ് EMF ഈസികൾ 100 ഈസികൾ മൈനസ് L ഇൻറ്റു ഡി ഐ. കറണ്ട് ചേഞ്ച് ഇൻ കറണ്ട് ഫൈനൽ കറണ്ട് മൈനസ് ഇനിഷ്യൽ കറണ്ട് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ടൈം ടേക്കൺ ദാറ്റ് ഈസികൾ 0.1. മൈനസ് 4ഉം ഇതും കൂടെ ക്യാൻസൽ ആയിട്ട് 4L divided by 0.1 or it is equal to 40L എന്ന് കിട്ടും. Therefore, L is equal to 100 divided by 40 that is equal to 2.5 എന്ന് കിട്ടും. Henry. This is the answer. Therefore, answer is equal to 2.5 Henry. Clear? Clear? അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 44. An aeroplane flying horizontally, aeroplane ഹൊറിസോണ്ടലായിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ അയാളുടെ വിങ്സ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കുള്ളത് 2 മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഏതൊക്കെയാണ്? എർത്തിന്റെ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡും വെർട്ടിക്കലും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരാൾ ആരെ മാത്രമേ കട്ട് ചെയ്യൂ? വെർട്ടിക്കൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് കട്ട് ചെയ്യുക. ഹൊറിസോണ്ടലിനെ കട്ട് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടേ? പ്ലെയിനിന്റെ വിങ്സ് ഇങ്ങനെയാണ്. പ്ലെയിൻ ഇങ്ങനെയാണ് ഫ്ലൈ ചെയ്യുക. ഇങ്ങനെ ഫ്ലൈ ചെയ്തു വരുമ്പോൾ അവൻ കട്ട് ചെയ്യാൻ ചാൻസ് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു BVLV. BV മീൻസ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇവിടെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്ത് വരുമെന്നറിയാം. ഇപ്പൊ ഇവിടെ നമുക്ക് പറയാം ഹിയർ V is equal to 360 km/h into 5/80. That is equal to 20 into 5 is equal to 100 m/s. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് വിങ്സിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുക? 50 മീറ്റർ. വെർട്ടിക്കൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4 × 10⁻⁴. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? വെർട്ടിക്കൽ കമ്പോണന്റ് തരില്ല. പകരം ഒറിജിനൽ മാഗ്നറ്റിക് ഫീൽഡും തീറ്റയും തരും. അതിനകത്ത് BV ഈസ് ഈക്വൽ ടു B cos θ B sin θ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തന്നില്ല എങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ BLV ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ഇമോഷണൽ EMF എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന സാധനമാണ്. ഇൻഡ്യൂസ്ഡ് EMF ഇമോഷണൽ EMF ഈസ് ഈക്വൽ ടു BLV. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്താ 45th പറഞ്ഞിരിക്കുന്നത്? Given below there are 2 statements. ഇനി അങ്ങോട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം സ്റ്റാർട്ടിങ് ഇതാണ്. അതിനകത്ത് 4 ചോയ്സുകൾ നിങ്ങൾ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഫസ്റ്റ് ചോയ്സ് പറഞ്ഞിരിക്കുന്ന അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, പക്ഷെ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ. മൂന്നാമത്തത് A ട്രൂ ആണ്, B ഫാൾസ് ആണ്. നാലാമത്തെ Aയും ഫാൾസ് ആണ്, Bയും ഫാൾസ് ആണ്. അസർഷൻ റീസണും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എഴുതുകയാണ് 3 × 4 = 12. എന്നിട്ട് ഞാൻ പറയുന്നു
മൾട്ടിപ്ലിക്കേഷൻ റൂൾ. അസർഷൻ ഇതാണ്, റീസൺ ഇതാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ. അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചാണ് ഇത് കിട്ടുന്നത്. എന്നാൽ ഞാൻ ഇതാണ് അപ്പൊ ഇതിനകത്ത് അപ്പൊ നമ്മൾ ഇതിന്റെ അർത്ഥം എ ചോയ്സ് ആണ് ശരിയാകുക. എന്നാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ. ഇതിന് ശേഷം ഞാൻ ഇവിടെ എഴുതുന്നു റീസൺ. ഞാൻ എഴുതുന്നത് ഇത് മാഞ്ഞു പോകും. ഞാൻ ഇവിടെ റീസൺ എഴുതുന്നത് റീസൺ ഞാൻ എന്തെഴുതുന്നു? റീസൺ ഞാൻ എഴുതുന്ന റീസൺ ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് ശരിയാണ്, ഇതും ശരിയാണ്, ഇത് ശരിയാണ്, ഇതും ശരിയാണ്. പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇത് അല്ല, അതാണ് ബി ചോയ്സ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസർഷൻ പറഞ്ഞിരിക്കുന്നത് ഈ വയർ എ വയർ ഈസ് ബെൻഡ് ഇൻ ടു ആൻ ഇറഗുലർ ഷേപ്പ് വിത്ത് എ പോയിന്റ് പി ആൻഡ് ക്യൂ ഫിക്സഡ് ഇഫ് എ കറണ്ട് ഐ ഈസ് പാസ്. ഇതിനകത്തൂടെ ഒരു ഐ കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ കറണ്ട് പാസ്ഡ് ദെൻ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഇറഗുലർ പോർഷൻ ഓഫ് ദ വയർ ഇൻക്രീസസ്. സംഭവം എന്താണെന്നറിയാമോ? ഇതിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിന്റെ ഷേപ്പ് ഇത് ഇങ്ങനെയായിട്ട് മാറും. അതെന്താ സാറേ? കറണ്ട് ഇതിലേ കൂടി വരുന്നത് ഇങ്ങോട്ടേക്ക്, ഇതിലേ കൂടി വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ട്. കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ ദേ റിപ്പൽ ഈച്ച് അതർ. അറിയാമല്ലോ, രണ്ട് കണ്ടക്ടേഴ്സ് അതോടെ കറണ്ട് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിങ്ങനെ അകന്ന്. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന ആൻസർ ശരിയാണ്, അസർഷൻ ശരിയാണ്. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്പോസിറ്റ് കറണ്ട്സ് ക്യാരിയിങ് കറന്റ് റിപ്പൽ ഈച്ച് അതർ. അതല്ലേ അതിന്റെ ആൻസർ. അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. therefore ആൻസർ ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താമസിക്കേണ്ട, നേരത്തെ നമുക്ക് പോവാം. അസർഷൻ എ ആൻഡ് ബി ആർ ടു കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ഓഫ് സെയിം റേഡിയസ്. രണ്ട് കണ്ടക്ടിങ് സ്ഫിയേഴ്സ്, രണ്ടുപേരുടെയും സെയിം റേഡിയസ്. ഒന്ന് ഹോളോ ആണ്, ഒന്ന് സോളിഡ് ആണ്. എ ബീയിങ് സോളിഡ് ആൻഡ് ബി ഈസ് ഹോളോ. എ ആണ് സോളിഡ്, എ സോളിഡ് ആണ്. രണ്ടുപേരുടെയും സെയിം റേഡിയസ് ആണ്, രണ്ടുപേരുടെയും റേഡിയസ് സെയിം ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബീയിങ് സോൾഡ് ആൻഡ് ബി ഈസ് ഹോളോ ബോത്ത് ആർ ചാർജ് ടു സെയിം പൊട്ടൻഷ്യൽ. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു? പൊട്ടൻഷ്യൽ ഓഫ് ബോത്ത് ചാർജ് ഓൺ എ ആൻഡ് ഈസ് ഈക്വൽ ടു ചാർജ്. അങ്ങനെയാണെങ്കിൽ എയിലെയും ബിയിലെയും ചാർജ് ഈക്വൽ ആയിരിക്കും. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽസ് ഓൺ ബോത്ത് ആർ സെയിം. നോക്കാം, ഇവന്റെ ചാർജ് Q1 എന്ന് എടുക്കാം, ഇവന്റെ ചാർജ് Q2 എന്നും എടുക്കാം. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം. അതിന്റെ അർത്ഥം 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R is equal to 1/4πε0 Q2 ഡിവൈഡഡ് ബൈ R. That is Q1 is equal to Q2. ശരിയാണ്. അതിന്റെ കാരണം എന്താ? രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയി. therefore here also answer is A. കാരണം അസർഷൻ ശരിയാണ്, റീസൺ പറഞ്ഞതും ശരിയാണ്. അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. therefore അതിന്റെ 46ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ചോയ്സ് തന്നെയാണ്. നമുക്ക് നോക്കിക്കളയാം. 46ന്റെ ഓപ്ഷൻ എ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 47, 47ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ 47 പറഞ്ഞത്? എ ട്രൂ ജോഗ്രഫിക് നോർത്ത് ഡയറക്ഷൻ ഈസ് ഫൗണ്ട് ബൈ യൂസിങ് കോമ്പസ് നീഡിൽ. തെറ്റ്. ഒരു കോമ്പസ് നീഡിൽ എടുക്കുമ്പോൾ നമുക്കിവിടെ ജോഗ്രഫി, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് നോർത്ത്. ഇതിന് നമ്മൾ എർത്ത് കറങ്ങുന്നത് ഇതിലേ കൂടിയാണ്, ഇതിന് പറയുന്ന പേരാണ് ജോഗ്രഫിക് നോർത്ത്. കോമ്പസ് നീഡിൽ വന്നാൽ അവൻ വന്നിരിക്കുന്ന മാഗ്നറ്റിക് നോർത്തിന്റെ നേരെയാണ്, ജോഗ്രഫിക് നോർത്ത് അല്ല തരുന്നത്. അപ്പോൾ കോമ്പസ് നീഡിൽ തരുന്ന ആരുടെ ഡയറക്ഷൻ ആണ്? മാഗ്നറ്റിക് മെറിഡിയൻ ആണ് തരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. എ തെറ്റാണെങ്കിൽ പിന്നീട് നമ്മൾ വേറെ ഒന്നും ആലോചിക്കരുത്. അസർഷൻ തെറ്റാണെങ്കിൽ അത് ഇത് തന്നെയാണ് ആൻസർ. പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. എ ഫാൾസ്, വേറെ ഇടത്ത് എ ഫാൾസ് പറയുന്നില്ല. ഇനി ബി കൂടെ നോക്കുക. ദ മാഗ്നറ്റിക് മെറിഡിയൻ ഓഫ് ദി എർത്ത് ഈസ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഇതിലെ കൂടിയാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണോ? അല്ല, ഇതിലെയാണ്. തെറ്റാണ്. അപ്പൊ അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. therefore 47ന്റെ ആൻസർ ഡി. അടുത്തത് 48th ക്വസ്റ്റ്യൻ. ടോർക്ക് ടെൻസ് റൊട്ടേറ്റ് എ കോയിൽ ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഒരു ടോർക്ക് ഒരു കോയിലിനെ അവന്റെ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യാൻ. അതാണല്ലോ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഒക്കെ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അല്ല, അസർഷൻ എന്താ? ടോർക്ക് ഓൺ ദ കോയിൽ ഈസ് മാക്സിമം വെൻ ദ കോയിൽ ഈസ് സസ്പെൻഡഡ് ഇൻ എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അതൊക്കെ പഠിക്കുന്നതാണ്. ഒരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഇതാണ്.
ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന് പറയുന്ന പേരാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു കോയിലിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെയൊക്കെ കറങ്ങിയാലും മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് കോയിൽ വരികയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. തീറ്റയുടെ വാല്യൂ 90. എന്തുകൊണ്ടാ? ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കോയിലിന്റെ നോർമലാണ് ആംഗിൾ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് നോർമലിന് ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിലിനെ ഇട്ടാൽ തീറ്റ ഈസ് ആൾവേസ് 90. അതാണ് റേഡിയൽ മാഗ്നറ്റ്. വൈ വി ആർ യൂസിങ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനകത്തൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. Why we are using radial magnetic field? So that the plane of the coil is always parallel to the magnetic field, so that torque is always maximum. അതാണ്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്താണ്? മാക്സിമം ആണ്. അപ്പൊ അത് ശരിയാണ്, അസർഷൻ ശരിയാണ്. ദ ടോർക്ക് ടെൻസ് റൊട്ടേറ്റ് ദ കോയിൽ, അതും ശരിയാണ്. പക്ഷെ അസർഷന്റെ എക്സ്പ്ലനേഷൻ ആണ് റീസൺ. ടോർക്ക് മാക്സിമം വരാൻ കാരണം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അത് ഏത് മാഗ്നറ്റിക് ഫീൽഡാലും ടോർക്ക് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് പറയാം? ആൻസർ ബി ആണ്. അസർഷനും റീസണും ശരിയാണ്, പക്ഷെ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ. 47 അല്ലേ? 48. 48ന്റെ ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 49. Given below there are two statements labeled. ഓക്കെ, പഴയത്. അസർഷൻ പറയുന്നത് എന്താണ്? എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഹാവിംഗ് സെയിം കൈനറ്റിക് എനർജി ആർ മൂവിംഗ് ഇൻ സർക്കുലർ പാത്ത് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ദ റേഡിയസ് ഓഫ് ദെയർ സർക്കുലർ പാത്ത് വിൽ ബി ഈക്വൽ. അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. Any two charged particles having equal kinetic energy centering in a region of uniform magnetic field, the direction perpendicular to it will describe circular. അവിടെ ഒരു വിഷയമുണ്ട്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കയറുമ്പോൾ അവന്റെ റേഡിയസിനുള്ള ഇക്വേഷൻ mv ഡിവൈഡഡ് ബൈ qb ആണ്. ശ്രദ്ധിച്ചോണേ. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല എങ്കിൽ mv² ഡിവൈഡഡ് ബൈ r ഈസ് ഈക്വൽ ടു qvb മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വരുന്നതാണ്. മാഗ്നറ്റിക് സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിളാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കറങ്ങുന്നതിന് ആവശ്യമുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് qvb ആയിരിക്കും. റേഡിയസ് r ഈസ് ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ qb. ഈ mv എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റം ഡിവൈഡഡ് ബൈ qb. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ആർ എൻ്ററിങ് വിത്ത് സെയിം മൊമെന്റം. പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ വിത്ത് സെയിം മൊമെന്റം. സെയിം മൊമെന്റത്തോടുകൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ r1 ബൈ r2 ഈസ് ഈക്വൽ ടു 1:1. കാരണം രണ്ടുപേരുടെയും സെയിം മൊമെന്റം, രണ്ടുപേരുടെയും ചാർജ് സെയിം, രണ്ടുപേരുടെയും മാഗ്നറ്റിക് ഫീൽഡ് സെയിം. അതിന്റെ അർത്ഥം 1:1. അത് ഇലക്ട്രോണും പ്രോട്ടോണും ആയിരിക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ കേസിൽ പറഞ്ഞിരിക്കുന്ന മൊമെന്റം അല്ല, കൈനറ്റിക് എനർജിയാണ് പറഞ്ഞിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ മൊമെന്റത്തിനെ കൈനറ്റിക് എനർജിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ k ഈസ് ഈക്വൽ ടു p² ബൈ 2m അല്ലെങ്കിൽ p ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2km. ഞാൻ ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ റേഡിയസ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2km ഡിവൈഡഡ് ബൈ qb എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ചിന്തിക്കുക, രണ്ടുപേരും എൻ്റർ ചെയ്യുന്ന സെയിം കൈനറ്റിക് എനർജിയിൽ b സെയിം 2 സെയിം. മാറുന്നത് മാസും ചാർജും. ആൽഫ പാർട്ടിക്കിളും പ്രോട്ടോണിന്റെയും മാറുന്നത് മാസും ചാർജുമാണ്. ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ റേഡിയസ് ഓഫ് ദ പ്രോട്ടോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പ്രോട്ടോൺ. അടുത്തത് റേഡിയസ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി റൂട്ട് ഓഫ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 4m. ഹീലിയം ന്യൂക്ലിയസ് ആണ്. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും, അപ്പൊ 4. 2 പ്രോട്ടോൺ ആയതുകൊണ്ട് 2 ചാർജ് 2q. That is, it is equal to 2 root m divided by 2q. That is proper root m by q. രണ്ടും ഒന്ന് തന്നെയല്ലേ? അതിന്റെ അർത്ഥം റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഒരു പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും സെയിം കൈനറ്റിക് എനർജിയോട് കൂടി ഒരു മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരുടെയും സർക്കുലർ പാത്തിന്റെ റേഡിയസ് സെയിം ആയിരിക്കും. അത് പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും ആണെങ്കിൽ ആര് രണ്ടുപേര് കയറിയാലോ സംഭവിക്കുമോ? ഇല്ല. കാരണം ഇപ്പൊ ഇവിടെ നമ്മൾ ഈ സെയിം കേസിൽ പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ആണെന്ന് കരുതുക. ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ ചാർജ് സെയിം ആണ്, പക്ഷെ മാസ് ഡിഫറെന്റ് ആയത് റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാ പാർട്ടികളും കയറിയാൽ സംഭവിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് പറയാം? അസർഷൻ ശരിയാണ്, റീസൺ തെറ്റുമാണ്. അസർഷൻ ശരിയാണ്, രണ്ടുപേരുടെയും റേഡിയസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.
അത് എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത് പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും ആണെങ്കിൽ മാത്രം. Therefore, assertion is true, reason is false. Therefore, answer is C. അടുത്തത് 50th ക്വസ്റ്റ്യൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താ 50ാമത്തെ ക്വസ്റ്റ്യൻ? അത് 50th ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? There are 4 charges plus 5 coulomb, plus 5 coulomb, minus 5 coulomb, minus 5 coulomb are placed at the 4 corners of a square. Of side എത്രയാണ് പറയുന്നത്? 10 meter. What is the electric field intensity and potential at the center എന്നാണ് ക്വസ്റ്റ്യൻ. സെൻട്രൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും എത്ര? അപ്പൊ ഞാൻ അതിനെ മാറ്റി വരയ്ക്കുന്നു. ശ്രദ്ധിക്കുക. ഒരു സ്ക്വയർ നമ്മൾ എടുത്തു. ആ സ്ക്വയറിനകത്ത് ഇവിടെ ഇരിക്കുന്ന +5 കൂളമ്പ്, ഇത് +5 ആണ്, ഇത് -5 ആണ്, ഇത് -5 ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സൈഡിന്റെ ലെങ്ത് A എന്ന് 10 ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ x എന്നെടുത്താൽ എക്സിന്റെ വാല്യൂ √2 × 10 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5√2 ആയിരിക്കും എക്സിന്റെ വാല്യൂ. ഇത് എയും ഇത് 10 ഇത് 10 ആണ്. ഇത് 10√2. 10√2ന്റെ പകുതിയാണ് 10√2/2 ദാറ്റ് ഈസ് 5√2. ഓക്കെ, ഇനി നമുക്ക് എടുക്കാം ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? E ഡാഷ്. E ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ x². ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവേ E ഡാഷ്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും E ഡാഷ് തന്നെ 5 ആയതുകൊണ്ട്, പക്ഷെ ഡയറക്ഷൻ അവന്റെ അടുത്തേക്ക്. അപ്പൊ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 2E ഡാഷ്. ഇതുപോലെ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഡാഷ് ആണ്, ഇവൻ കൊണ്ടുണ്ടാകുന്നത് E ഡാഷ് ആണ്. രണ്ടും കൂടെ 2E ഡാഷ്. ഇവയ്ക്കിടെയുള്ള ആംഗിള് 90 ഡിഗ്രി. Two equal vectors which makes an angle 90 degree, then the net electric field is equal to √2 times of 2E dash. √2A. ഇത് A, ഇത് A. 2E dash ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √2 × 2 × 1/4 K എന്ന് എടുക്കാം. K × 5 കൂളംബ് ഡിവൈഡ് കിട്ടും. ദാറ്റ് ഈസ് 5 × 2 സോറി 25 × 2. 2 ക്യാൻസൽ ആയപ്പോൾ ഇതും കൂടെ 5. Therefore answer is equal to √2K divided by 5. √2K divided by 5. √2K divided by 5. ഇനി പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ആൻസർ 0 ആണ്. കാരണം ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും കൂടെ ക്യാൻസൽ ആയി പോകും. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, കാരണം പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. Therefore നെറ്റ് പൊട്ടൻഷ്യൽ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. Therefore പൊട്ടൻഷ്യൽ 0യും ഇലക്ട്രിക് ഇന്റൻസിറ്റി √2/5K. Therefore ആൻസർ B ആയിരിക്കണം. പൊട്ടൻഷ്യൽ 0 ആൻഡ് ഇലക്ട്രിക് ഇന്റൻസിറ്റി is √2 divided by 5K volt per meter. That is answer. Okay. അടുത്ത 51 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A soap bubble is charged to a potential 12 volt. If its radius is doubled, the potential of the bubble becomes. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഒരു സോപ്പ് ബബിൾ അവന്റെ റേഡിയസ് എന്ന് പറയുന്ന 6 ആണ്, ചാർജ് Q ആണ്, അവന്റെ പൊട്ടൻഷ്യൽ 12 ആണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ V is equal to 1/4πε0 × Q divided by R, that is it is equal to 12 volt. ഇങ്ങനെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ റേഡിയസ് അങ്ങ് ഡബിൾ ചെയ്തു. റേഡിയസ് ഡബിൾ ചെയ്യുമ്പോൾ ചാർജിനൊന്നും സംഭവിക്കത്തില്ല. ചാർജ് Q തന്നെയാണ്. പുതിയ പൊട്ടൻഷ്യൽ എത്ര? V ഡാഷ് is equal to 1/4πε0 × Q divided by 2R. 1/4πε0 R എന്ന് Q/R എന്ന് പറയുന്നത് 12 ആണ്. Therefore answer is equal to 12 divided by 2, that is equal to 6 volt. Therefore answer is equal to A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കൂ. When the frequency of an AC voltage is applied to a series LCR circuit gradually increased from the low value, the impedance of the circuit becomes. എന്താ സംഭവിക്കുക? ഇംപെഡൻസ് Z is equal to √R² plus impedance Z is equal to √R² plus XL minus XC the whole square. ഫ്രീക്വൻസി കൂട്ടുമ്പോൾ XL minus XC കുറഞ്ഞ് 0 ആവും, പിന്നീട് കൂടും. R remains a constant ആണ്. അപ്പോൾ XL-ഉം XC-യും ഈക്വൽ ആകുന്ന സമയത്ത് Z എന്തായിട്ട് മാറും? Z is equal to R ആവും. XL XC ഈക്വൽ ആകുന്ന സമയത്ത് Z is equal to R ആയിട്ട് മാറും. അപ്പൊ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ഇംപിഡൻസ് കുറഞ്ഞു മിനിമം ആകും. 0 ആകുമെന്നല്ല, മിനിമം ആകും, ദെൻ കൂടും.
ഈ മിനിമം ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 6 ആണ്. പക്ഷെ ഇത് LCR സർക്യൂട്ടിനാണ്. LC സർക്യൂട്ട് ആയിരുന്നു എങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞു 0 ആവും, പിന്നീട് കൂടും. ഇത് LC സർക്യൂട്ട് ആണെങ്കിൽ. അപ്പൊ ഇൻ ദ കേസ് ഓഫ് an LCR സർക്യൂട്ട്, ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് ഇമ്പിഡൻസ് ഡിക്രീസസ്, മിനിമം ദെൻ ഇൻക്രീസസ്. അതാണ്. therefore the first decreases and then increases. ആദ്യമേ കുറഞ്ഞു മിനിമം ആവും, പിന്നീട് കൂടും. therefore answer is C. അടുത്ത 53rd ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വെച്ചാൽ നമ്മൾ സാധാരണ പഠിച്ചു വെക്കുന്ന എന്താണ്? ചെറിയ വോൾട്ടേജിനെ കൊടുത്താൽ വലിയ വോൾട്ടേജ് ഇവിടെ കിട്ടണം. വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാം. ശരിക്കും ഓർക്കുക, വോൾട്ടേജ് കൂടുമ്പോൾ പവർ കോൺസ്റ്റന്റ് ആണല്ലോ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ പവർ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് V into I is equal to V into I. പവർ കോൺസ്റ്റന്റ് ആണ്. V1 I1 is equal to V2 I2. അപ്പൊ ഇവിടത്തെ വോൾട്ടേജിനേക്കാൾ ഈ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഉറപ്പായിട്ട് കറണ്ട് കുറഞ്ഞേ പറ്റും. അപ്പൊ ശരിക്കും ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ AC വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് ദ കറണ്ട്. വോൾട്ടേജിനെ കൂട്ടുമ്പോൾ കറണ്ട് കുറയണം. സ്റ്റെപ്പ് ഡൗൺ എന്തായിരിക്കണം? വോൾട്ടേജ് കുറയും, കറണ്ട് കൂടും. പിന്നെ നമ്മൾ സാധാരണ കറണ്ടിനെ കുറിച്ച് മിണ്ടാറില്ല, വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞാൽ പോകും. therefore സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് എന്ന് പറയും, AC വോൾട്ടേജ് എന്ന് പറയും. അത്രയും പറഞ്ഞാൽ പോരാ. Step up transformer is a transformer which increases the AC voltage and decreases the current. Step down ആണെങ്കിൽ decreases the voltage and increases the current. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് A ആണ് വേണ്ടത്. To voltage is stepped up and current is stepped down. കറണ്ടിനെ കുറയ്ക്കും, വോൾട്ടേജിനെ കൂട്ടും. അടുത്ത നമുക്ക് 54th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകണം, എന്നാലേ പ്രൈമറിയിലെ കോയിലിലെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ഇപ്പുറത്ത് ഉണ്ടാകണം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ നടന്നാൽ മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിക്കളയാം. എ ബാറ്ററി ഓഫ് 3 volt ഈസ് കണക്റ്റഡ് ടു ദ പ്രൈമറി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ എടുത്ത് വെച്ചിരിക്കുന്നു. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 3 volt കണക്ട് ചെയ്തു. സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്ര? ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് N, ദാറ്റ് ഈസ് NP ഈസ് ഈക്വൽ ടു 200, NS ഈസ് ഈക്വൽ ടു 500. ഇവിടത്തെ വോൾട്ടേജ് ES ഈസ് ഈക്വൽ ടു 3 volt. സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചാടിക്കറി എഴുതുന്നത് എന്തായിരിക്കണം? ഉടനെ എഴുതിക്കോണം. ESA ഡിവൈഡഡ് ബൈ EP ഈസ് ഈക്വൽ ടു NS ഡിവൈഡഡ് ബൈ NP. ES ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ESA ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു NS, ദാറ്റ് ഈസ് 500 ഡിവൈഡഡ് ബൈ 200. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ ESA is equal to 15 divided by 2, that is equal to 7.5 volt എന്ന് നമ്മൾ എഴുതും. ഇത് തെറ്റാണ്. അതെന്താ സാറേ? അല്ല ശരിയല്ലേ? അല്ല. ഇവിടെ വോൾട്ടേജ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC സോഴ്സ് ആണ്. DC-യിൽ ഇവൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ട്രാൻസ്ഫോമർ ഡസൻ വർക്ക് ഇൻ DC വോൾട്ടേജിന് ഒന്നും ചെയ്യാനുള്ള കഴിയില്ല. അതുകൊണ്ടാണ് AC പഠിപ്പിക്കുക എപ്പോഴും ഞാൻ എന്ത് പറയും? It is a device used to change the AC voltage. DC വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു ബാറ്ററി എടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ്, അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ആ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. therefore ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 volt. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ഇതങ്ങ് എടുത്ത് നിർത്തിയത്. കാരണം നിങ്ങൾക്ക് നാളെ ഉടനെ തന്നെ എക്സാം ആണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് കൂടുതൽ കയറി ഇത് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക, നല്ല എഴുതുക. ഇപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ. നന്നായിട്ട് എക്സാമിനേഷൻ എഴുതുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, ബൈ.